സീരിയൽ നടന്മാരായ ബിജു സോപാനുവും ശ്രീകുമാറും ഒരു നടിയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിലാണ്. അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകളെല്ലാം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാദഗതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവരെ ബോധപൂർവം കുടുക്കിയതാണ് എന്നും സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായേക്കുന്ന പ്രൊഡ്യൂസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായേക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഇവർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആലോചിച്ചുവെന്നോ അല്ലെങ്കിൽ പ്രതിഫല കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലുമൊക്കെ സ്വരച്ചേർച്ച പലപ്പോഴുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നും അതിന് വേണ്ടിയിട്ട് ഇവർക്കിട്ടൊരു പണി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നടിയെ ഉപയോഗിച്ചതാണ് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും പരാമർശങ്ങളും അവിടെ ഇവിടെയും തെളിഞ്ഞു വരുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുന്നേ നിവിൻ പോളിക്കെതിരെ ഒരു നടി പരാതി കൊടുത്തു. ആ പരാതി വിജയിച്ചില്ല. കാരണം തെളിവ് സഹിതം പുള്ളി നിരപരാധിയാണെങ്കിലും ഞാൻ കേസിന് പോകുമെന്ന് പുള്ളി മുന്നോട്ട് വന്ന് പറഞ്ഞു. അത് അവസാനം ഒതുങ്ങിത്തീർന്നു. അതുപോലെ പല വ്യക്തികളും ഈ ഹേമ കമ്മിറ്റി വിവാദം പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പലരും ഇരകളായിട്ട് മുന്നോട്ട് വന്നുവെങ്കിലും ഇപ്പം സിദ്ദിഖിൻ്റെയൊക്കെ കേസ് ഇങ്ങനെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ അതിൽ കാലതാമസമാണ് പ്രശ്നമുണ്ടായി. ഇത്രയും കാലത്തിന് ശേഷമുള്ള വെളിപ്പെടുത്തൽ വലിയ വിവാദമായി. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാലതാമസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കേസ് പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്ന ഒന്നുമാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവരെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സീരിയൽ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിറകിലുണ്ടോ എന്ന് സംശയിക്കണം എന്നുള്ള തരത്തിലുള്ള ചില സീരിയൽ പ്രേമികളുടെ വാക്കുകളും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയോടൊപ്പം ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അവർക്ക് മതിയായ ശിക്ഷ കിട്ടണമെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ആരോപണ വിധേയരായ നടന്മാർ പീഡിപ്പിച്ചു എന്ന തരത്തിലെ വാർത്തകൾ വരുന്നത്, നിരപരാധികളെയാണ് ക്രൂശിക്കുന്നതെന്ന്, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ മാനഹാനി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അല്ലാതെ മാധ്യമങ്ങൾ ഇവരെ വെറുതെ കുറ്റക്കാരാണ് എന്ന തരത്തിലേക്ക് ന്യൂസ് കൊണ്ടുവന്ന് അവരുടെ കുടുംബജീവിതം മാനാഭിമാനങ്ങളൊക്കെ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള ഒരു വാദഗതിയും പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് കാരണമായി മാറിയത് അനാവശ്യമായിട്ടുള്ള മിനിമിന്നൂർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പല വാദങ്ങളുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിവാദത്തിൻ്റെ പുറകിലുള്ള മറ്റ് ചില കാര്യങ്ങൾ, ഇതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഉപ്പും മുളകും എന്ന സീരിയലിൻ്റെ മറവിൽ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നു, ഒരു പുതിയ നടി വന്നു അല്ലെങ്കിൽ പ്രമുഖ നടി വന്നു എന്നാണ്. അതായത് ഇതിനകത്ത് പല ആളുകൾ സംശയിക്കുന്ന, ഈ സീരിയലിൽ ആദ്യകാലം മുതൽ അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രശസ്തയായ ഒരു നടിയാണ് ആരോപണത്തിൻ്റെ എന്ന് സംശയിക്കുന്നവരുണ്ടല്ല, പുതിയൊരു നടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും സംശയിക്കുന്നത് പോലെ ഈ സീരിയലിൻ്റെ തുടക്കകാലം മുതലുള്ള അതിലെ ശക്തിയായ കഥാപാത്രമല്ല അതിൻ്റെ ആള്. കാരണം അവർ അടുത്ത കാലത്തായിട്ട് തന്നെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവർ ശാന്തമായിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള പ്രതീക്ഷയിലാണ്. പ്രായം 50 വയസ്സിന് മുകളിലായി. അപ്പോൾ ഇനിയൊരു പ്രണയമാകാം എന്നൊക്കെ ചിന്തിച്ച് അവരൊരു വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന അവസരത്തിൽ ഈ ഒരു സ്ത്രീ ഒരിക്കലും ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ നടി ആരാണ് എന്നുള്ള സംശയത്തിൻ്റെ ഉത്തരം നിങ്ങൾ ആരും പെട്ടെന്ന് ചിന്തിക്കുന്ന പോലെ മെയിനായിട്ടുള്ള റോള് ചെയ്ത സ്ത്രീ അല്ല എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നടി പറയുന്ന കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും തന്നെ ഇവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അവസാനം ഇതിലൊരു നടൻ തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു, മറ്റൊരാൾ ഇത് പുറത്ത് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ ഒരു വിവരം മുഴുവനും ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ, അധികൃതരുടെ മുന്നിൽ പരാതി കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അവരത് ഗൗനിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടി വന്നതെന്ന് പറയുന്നു. മാത്രമല്ല, ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആരോപണം കൂടിയുണ്ട്. ഈ ഒരു വസ്തുത പുറത്തേക്ക് പറഞ്ഞപ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. പലരും പറഞ്ഞ് ഇവരൊക്കെ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്തൊക്കെ വളരെ പിടിപാടുള്ളവരാണ്, ഇവരെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് വലിയ ഗൗരവം കൊടുക്കണ്ട. നമ്മുടെ സിനിമാ മേഖലയിൽ പലതിനും പറയുന്ന പോലെ ചില സാഹചര്യങ്ങളിലൊക്കെ അമ്മമാർ തന്നെ പെൺമക്കളെ കൂട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ ചില പൂർവ്വകാല നടിമാരാണ് പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളെ പലർക്കും ഒപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്ന രീതിയിൽ ഈ ഫീൽഡിലുള്ള ചില ആളുകളൊക്കെ കൊടുത്ത ഉപദേശം ഇതാണ് എന്നും പുറത്തു വരുന്നുണ്ട്. അതായത് തന്നെ ഒരാളെ പീഡിപ്പിച്ചാൽ അത് പരാതിപ്പെടാൻ പോകണ്ട, പോട്ടെന്ന് വെക്ക്
ഇങ്ങനെയുള്ള തരത്തിലുള്ള ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലും അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ഇങ്ങനെ ഉള്ള ഒരു ഉപദേശമാണ് അവർ നേരിട്ടതെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ ബിജു സോപാനം എന്ന ഒരു വ്യക്തിയൊക്കെ നമുക്കറിയാം, ഒരു സ്വാഭാവിക അഭിനയവുമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന മികച്ച നടൻ, ഒരു ഹാസ്യരംഗം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, വളരെ ജനപ്രീതിയുള്ള ഒരു വ്യക്തിയാണ്. അതായത് കാവാലത്തിൻ നാരായണ പണിക്കരുടെ സോപാനം എന്ന നാടക പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വന്ന വ്യക്തിയാണ്. വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തിരുവനന്തപുരം ഭാഷാ ശൈലിയിലൂടെ സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സിനിമയിൽ വരികയും അല്ലെങ്കിൽ സീരിയലിൽ നിറഞ്ഞു നിൽക്കുകയും ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കരിയർ തകർക്കാനാണ് ഇതുകൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സിനിമയിലൊക്കെ അത്യാവശ്യം പിടിപാടുള്ളവരാണ്. അപ്പോൾ ഇവരെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല, ഇവരിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഇതിലെ തെളിവുകളൊക്കെ കൊടുത്ത് ഇതിലെ സത്യം എന്താണ് എന്ന് ഒന്ന് വെളിവാക്കപ്പെടുന്ന ആ ഒരു സമയം വരെ, കാരണം നമ്മൾ ഇരയുടെ ഫോട്ടോ എപ്പോഴും മറച്ചു വയ്ക്കുകയും ആരോപണ വിധേയരുടെ ഫോട്ടോ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തി ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിലയിരുത്തിയിട്ട് വേണം ഇവരെ കുറ്റക്കാരാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കൊടുക്കാൻ എന്ന ഒരു നിലപാട് വളരെ ശക്തമായിട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഇവരൊക്കെ നല്ല രീതിയിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരുമാതിരി നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, മാത്രമല്ല ഇവരെക്കുറിച്ചൊന്നും മുൻകാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നേരിടാത്ത വ്യക്തികളുമാണ്. അതാണ് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ പിറകിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സീരിയൽ പലതും നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ണീർ പരമ്പരകൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? പല സീരിയലുകൾക്കും എഡിറ്റിങ് ഇല്ലെങ്കിൽ ഒരു സെൻസർഷിപ്പ് അത്യാവശ്യമാണ് എന്ന് പ്രേംകുമാർ പറഞ്ഞതുപോലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.